ഇന്ന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 3ാം പാർട്ട് നോക്കാം. ഇന്നത്തോടുകൂടി ഈ സെക്കൻഡ് ചാപ്റ്റർ തീരും. ടെക്സ്റ്റ് എടുത്ത് പേജ് നമ്പർ 35. നമ്മളെന്താ പഠിച്ചുകൊണ്ടിരുന്നത്? സൂഫിസത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വായിക്കാം. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. 12ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്രവർദി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ മധ്യേഷ്യൻ സെൻട്രൽ ഏഷ്യയിൽ, മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ, സെൻട്രൽ ഏഷ്യ റീജിയനിലൊക്കെ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി മൂവ്മെൻ്റാണ് സൂഫിസം. എവിടെയാണ് രൂപം കൊണ്ടത്? മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ, സെൻട്രൽ ഏഷ്യയിൽ. അവിടുത്തെ റൂളേഴ്സൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം ഇങ്ങനെയുള്ള ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ സമ്പത്തിലും, അതായത് വെൽത്തിലും, പവർ, പിന്നെ ലക്ഷറി ലൈഫ്, ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അവിടങ്ങളിലെ റൂളേഴ്സ്, ഭരണാധികാരികൾ. അപ്പോൾ ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. അതുപോലെ ഇവരുടെയൊക്കെ ഈ പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. 12ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. 12ാം നൂറ്റാണ്ടോടെ സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്രവർദി, അപ്പോൾ 12 സിൽസിലകൾ ഉണ്ടായിരുന്നു. അതായത് സിൽസിലാസ്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ സിൽസിലാസ്. അങ്ങനെ സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്രവർദി, അങ്ങനെ ഈ പേരുള്ള 2 സിൽസിലകളാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചേർന്ന സൂഫിയുടെ 2 വിഭാഗങ്ങൾ, അതായത് സിൽസില എന്നറിയപ്പെടുന്ന 2 വിഭാഗങ്ങൾ ഏതായിരുന്നു? ചിസ്തിയും സുഹ്രവർദിയും. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. ആത്മീയ ജീവിതത്തിന്, അതായത് ഒരു സ്പിരിച്വൽ ലൈഫിന് പ്രാധാന്യം നൽകിയിട്ട് ഈ ലക്ഷറി ലൈഫിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നവരായിരുന്നു സൂഫി ഗുരുക്കന്മാർ. സൂഫി ഗുരുവിനെ പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചിരുന്നു. അപ്പോൾ ഈ സൂഫി ഗുരുക്കന്മാർ, ആ സൂഫി ഗുരുവിനെ പീർ അല്ലെങ്കിലോ ഷെയ്ഖ്, പിന്നെ അനുയായികൾ, ഈ ഫോളോവേഴ്സിനെ എന്താ വിളിച്ചിരുന്നത്? മുരീദ്. ഫോളോവേഴ്സിന് വിളിച്ചിരുന്ന പേര് മുരീദ്. അടുത്ത പാരഗ്രാഫ്. സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്ന ഖാൻ ഗാഹുകൾ അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖവ്വാലികൾ. സൽത്തനത്ത്, മുഗൾ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ ഈ സൂഫികൾക്ക് സാധിച്ചിരുന്നു. സൂഫി പ്രസ്ഥാനത്തിനും സൂഫി വര്യന്മാർക്കൊക്കെ സാധിച്ചിരുന്നു. അപ്പം സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു ഖാൻ ഗാഹ്. നമ്മൾ കഴിഞ്ഞ പേജ് പഠിച്ചതാണ്, ഷെയ്ഖിനെ കാണാൻ വന്ന കാര്യമൊക്കെ. പിന്നെയോ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്നു. സമ എന്നുള്ള പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങൾക്കാണ്, ഡിവോഷണൽ സോങ്ങിനാണ് ഖവ്വാലികൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. പിന്നെയോ അപ്പോൾ ഈ സൽത്തനത്ത് പീരീഡിലും മുഗൾ പീരീഡിലും ഒക്കെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ പ്രോമിനൻ്റ് സൂഫി മാസ്റ്റേഴ്സും അവർ ജീവിച്ചിരുന്ന
റീജിയൺസും താഴെ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്രവർദി. ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്രവർദി അദ്ദേഹം ജീവിച്ചിരുന്ന പ്രദേശം സിൽഹറ്റ്. ജീവിച്ചിരുന്ന പ്രദേശം എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ നടന്നിരുന്നതും അവർ അധിക സമയം ആത്മീയ വചനങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലങ്ങളുമാണ് സിൽഹറ്റ്. അപ്പോൾ ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്രവർദിയുടെ റീജിയൻ എന്ന് പറയുന്നത് സിൽഹറ്റ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഒരു റീജിയനാണ്. അപ്പോൾ സിൽഹറ്റ് ഏത് റീജിയനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ, നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിലുണ്ടായിരുന്ന ഒരു റീജിയനാണ് സിൽഹറ്റ്. അവിടെയാണ് ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്രവർദി എന്ന് പറയുന്ന സൂഫി വര്യൻ ജീവിച്ചിരുന്നത്. അടുത്തത് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. ഈ നിസാമുദ്ദീൻ ഔലിയയുടെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ജീവിച്ചിരുന്നത് ഡൽഹിയിലായിരുന്നു. ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരുന്ന മേഖല, ആ റീജിയൻ ഡൽഹി എവിടെയാണെന്ന് അറിയാമല്ലോ. അടുത്തത് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന പ്രദേശം എന്ന് പറയുന്നത് അജ്മീർ എവിടെയാണ്? രാജസ്ഥാനിൽ. അപ്പോൾ സൂഫി വര്യന്മാർ ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്രവർദി സിൽഹറ്റിൽ, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി, ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീർ. ഇനി അടുത്തതായിട്ട് ഒരു സൂഫി പ്രസ്ഥാനവുമായിട്ട്, സൂഫി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്ലിപ്പ് ബുക്ക് അത് നിർമ്മിക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ഫ്ലിപ്പ് പേജ് മാതൃകയിൽ തയ്യാറാക്കാനാണ്. പിന്നീട് സൂഫികൾ ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായിട്ട് സ്വീകരിച്ചവരായിരുന്നു. ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മാർഗം ഭക്തിഗാനാലാപനമാണെന്ന് സൂഫി വൈദ്യന്മാർ കരുതി. ഈ സൂഫി ഗീതങ്ങളൊക്കെ അതെന്തായിരുന്നു? അത് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു ഡിവോഷൻ സോങ്സാണ് ഈ സൂഫി ഗീതങ്ങളൊക്കെ. അത് ദൈവത്തോട് അടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്തിഗാന ആലാപനമെന്ന് ആലപിക്കുന്നതെന്ന് സൂഫി വൈദ്യന്മാർ കരുതി. അങ്ങനെ ഒരുപാട് ഭക്തിഗാനാലാപനമൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. അടുത്തത് സാധാരണക്കാർക്ക്, അതായത് പ്രാദേശിക ഭാഷകളുടെ വളർച്ച. പ്രാദേശിക ഭാഷകളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അറിയാലോ, റീജിയൻ ലാംഗ്വേജ്, ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ് അല്ലെങ്കിൽ റീജിയൻ ലാംഗ്വേജ്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയത്. അപ്പോൾ ഈ ഭക്തി മൂവ്മെൻറ്റ് പോലെ തന്നെ ഈ സൂഫി പ്രചാരകരും പ്രൊപ്പഗേറ്റേഴ്സും അവരെന്താ ചെയ്തിരുന്നത്? പ്രാദേശിക ഭാഷകളിൽ വെർണാക്കുലർ ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ റീജിയണൽ ലാംഗ്വേജിലേക്കാണ് ഇവരും ആശയപ്രചാരണം നടത്തിയിരുന്നത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. അറിയാമല്ലോ, പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഇതെല്ലാം കാരണമായി. ആദ്യം പഠിച്ചതുപോലെ തന്നെ തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു. ഏതിലൊക്കെ? തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം അങ്ങനെയുള്ള ലാംഗ്വേജിലൊക്കെ ധാരാളം ഡിവോഷൻ സോങ്സ് ഒക്കെ രചിക്കപ്പെട്ടു. കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യ കൃതികളും ഉണ്ടായി. അതുകൂടാതെ ഒരുപാട് കൃതികൾ ഈ ഭാഷകളിലൊക്കെ എഴുതപ്പെട്ടു. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷന് ഉദാഹരണമാണ് പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു. ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിൻ്റെ കാര്യം നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. ദോഹ എന്താന്ന് പറഞ്ഞല്ലോ, കബീർ രചിച്ച കാവ്യങ്ങളൊക്കെയാണ് ദോഹ എന്നറിയപ്പെട്ടത്. അപ്പോൾ ഈ കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്.
മഹാഭാരതം, രാമായണം ഇതൊക്കെ വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. ഇത് ഭാഷയ്ക്ക് ഒരു ഉണർവേകി. ഇനി അടുത്തത്, അപ്പോൾ എന്തൊക്കെയാണ് ഈ പാരഗ്രാഫിലുള്ളത്? പ്രാദേശിക ഭാഷകളുടെ വളർച്ച, അതായത് വെർണാക്കുലർ ലാംഗ്വേജിൻ്റെ ഗ്രോത്ത്, പിന്നെ തെലുങ്ക്, കന്നഡ അങ്ങനെയുള്ള ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടത്, പിന്നെ ഉറുദു ഭാഷയിലുള്ള ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. കബീറിൻ്റെ ദോഹകൾ ഇതൊക്കെ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. അടുത്തത് മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്, അതായത് പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യ കൃതികളും രചയിതാക്കളും. ഈ വെർണാക്കുലർ ലാംഗ്വേജിൽ തമിഴ്, കന്നഡ, തെലുങ്ക്, ബംഗാളി, ഹിന്ദി, മലയാളം അവയുടെ ഓരോ ലിറ്റററി വർക്ക്, അതായത് കൃതികളും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓതറിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. തമിഴ്, അതിൽ കൃതിയുടെ പേര് 4000 ദിവ്യപ്രബന്ധം, 4000 ദിവ്യപ്രബന്ധം, തിരുമുറൈകൾ. ആ രണ്ടെണ്ണമാണ് തമിഴിലെ പ്രധാനപ്പെട്ട കൃതികൾ ഈ സൂഫി കാലഘട്ടത്തിൽ. തമിഴിൽ 4000 ദിവ്യപ്രബന്ധം, തിരുമുറൈകൾ. പിന്നെയോ രചയിതാവ് ആഴ്വാർമാർ, നായനാർമാർ. അതായത് ഈ 4000 ദിവ്യപ്രബന്ധം രചിച്ചത് ആൾവാഴ്സ് ആൻഡ് തിരുമുറൈകൾ രചിച്ചത് നായനാർസ്. അറിയാമല്ലോ, നായനാർസ് ഭക്തി മൂവ്മെൻറ്റിൽ ഉള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഈ പ്രാദേശിക ഭാഷകളുടെ വളർച്ച. അപ്പോൾ അതിൽ തമിഴിൽ 4000 ദിവ്യപ്രബന്ധം രചിച്ചത് ആൾവാർമാർ, തിരുമുറൈകൾ രചിച്ചത് നായനാർസ്. പിന്നെ കന്നഡയിൽ വചനങ്ങൾ, കൃതിയുടെ പേര്, വർക്കിൻ്റെ പേര് വചനങ്ങൾ. രചയിതാവ് അത് രചിച്ചത് ബസവണ്ണ അക്ക മഹാദേവി അല്ലമ്മ പ്രഭു. ഈ വചനങ്ങളൊക്കെ, അതായത് കന്നഡയിൽ വചനങ്ങൾ എന്ന് പറയുന്ന കൃതികളൊക്കെ രചിച്ചത് ബസവണ്ണ അക്ക മഹാദേവി അല്ലമ്മ പ്രഭു. തെലുങ്കിൽ മഹാഭാരത വിവർത്തനം, അതായത് ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരതം തെലുങ്കിലേക്ക്, അത് നന്നയ്യ തിക്കണ്ണ യരപ്രഗത. തെലുങ്കിലേക്ക് മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്തത് നന്നയ്യ തിക്കണ്ണ യരപ്രഗത. ബംഗാളി ഗീതാഗോവിന്ദം രചിച്ചത് ജയദേവൻ, ബംഗാളി ഭാഷയിൽ. ഹിന്ദിയിൽ പത്മാവത്, അതായത് ഈ സൂഫി കാലഘട്ടത്തിലും ഈ സൂഫി മൂവ്മെൻറ്റിലും ഈ ഭക്തി മൂവ്മെൻറ്റിലും ഒക്കെ ഉണ്ടായ കൃതികൾ, അതായത് പ്രാദേശിക ഭാഷകളിലെ വളർച്ച, വെർണാക്കുലർ ലാംഗ്വേജിൻ്റെ വളർച്ചയിലുണ്ടായ കൃതികളാണ് ഈ പറയുന്നത്. ഹിന്ദിയിൽ പത്മാവത്, അത് മാലിക് മുഹമ്മദ് ജെയ്സി. ഹിന്ദിയിലെ പത്മാവത് മാലിക് മുഹമ്മദ് ജെയ്സി. മലയാളത്തിൽ അറിയാം നമുക്ക് ജ്ഞാനപ്പാന കേട്ടിട്ടുണ്ടല്ലേ. പൂന്താനം, അത് രചിച്ചത് പൂന്താനം. പിന്നെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, ആരാന്നറിയാമല്ലോ, നമ്മുടെ മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് രചിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. പിന്നെ മലയാളത്തിൽ തന്നെ മുഹ്യുദ്ദീൻ മാല, അത് രചിച്ചത് ഖാസി മുഹമ്മദ്. മലയാളത്തിൽ മുഹ്യുദ്ദീൻ മാല രചിച്ചത് ഖാസി മുഹമ്മദ്. താഴെ ചോദ്യമുണ്ട്, അതായത് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. വെർണാക്കുലർ ലാംഗ്വേജിൻ്റെ വളർച്ചയ്ക്ക് ഈ ഭക്തി പ്രസ്ഥാനം എങ്ങനെയാണ് സഹായകമായത്? പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ദി ഭക്തി മൂവ്മെൻറ്റ് ഹെൽപ്ഡ് ഇൻ ഗ്രോയിങ് വെർണാക്കുലർ ലാംഗ്വേജസ്. അതായത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം എങ്ങനെയാണ് സഹായകരമായത്, അത് കുറിപ്പ് തയ്യാറാക്കണം. അതെങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു, സൂഫി മൂവ്മെൻറ്റിലും ഭക്തി മൂവ്മെൻറ്റിലൊക്കെ ഒരേപോലെ തന്നെയാണ് ഏകദേശം. കാരണം ഇവർ ഈ സൂഫി വര്യന്മാരും ഈ ഭക്തി മൂവ്മെൻറ്റിലുള്ള ആളുകളും എല്ലാവരും പ്രാദേശിക ഭാഷകളിലാണ്, വെർണാക്കുലർ ലാംഗ്വേജിൽ ആണ് കൃതികളൊക്കെ രചിച്ചതും പാട്ടുകൾ രചിച്ചതും ആലപിച്ചതും സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു അവർ സാധാരണക്കാരുടെ ഭാഷയിൽ പ്രചാരണങ്ങൾ നടത്തിയിരുന്നത്.
പിന്നെ ഇതിലുണ്ടായ കവികളുടെ പേരുകൾ എഴുതുക. അമീർ ഖുസ്രു, പിന്നെ ആരാണ്, അമീർ ഖുസ്രു, കബീർ, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ പ്രാദേശിക ഭാഷകളിലെ വെർണാക്കുലർ ലാംഗ്വേജിലെ പ്രധാന സാഹിത്യ കൃതികളുടെ പേരുകളൊക്കെ എഴുതുക. ഇവിടെ രചയിതാക്കളുടെ പേരുകളെല്ലാം എഴുതുക. ഇതെല്ലാം നമ്മൾ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. എല്ലാവരും നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഉത്തരം കിട്ടും. ഇനി ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി ആൻഡ് സൂഫി ഐഡിയാസ്, അതായത് ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം, ഇൻഫ്ലുവൻസ്. എന്താണ് ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ പ്രസ്ഥാനങ്ങളൊക്കെ വന്നല്ലോ, ഈ മൂവ്മെൻറ്റ്സിനൊക്കെ ഫലമായിട്ട് സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ എന്തെല്ലാം ചേഞ്ചസ് വന്നു കാണും, എന്തൊക്കെ ചേഞ്ചസ് സൊസൈറ്റിയിൽ ഉണ്ടായി കാണും എന്നുള്ളതാണ്. അപ്പോൾ താഴെ ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതായത് ഈ ഭക്തി സൂഫി ചിന്തകളുടെ സ്വാധീനം അഥവാ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ് എന്തൊക്കെയായിരിക്കാം? മത സഹിഷ്ണുത, പിന്നെയോ മതസഹിഷ്ണുത, പിന്നെ ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം, അതായത് ആറ്റിറ്റ്യൂഡ് എഗനിസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, പിന്നെയോ അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, അതായത് ഈ കസ്റ്റംസ്, ഒരുപാട് കസ്റ്റംസൊക്കെ അടിച്ചേൽപ്പിക്കപ്പെട്ടായിരുന്നു. സതി അല്ലെങ്കിൽ ശൈശവ വിവാഹം, ചൈൽഡ് മാരേജും സതി അങ്ങനെയൊക്കെ പോലെയുള്ള അതിനെയൊക്കെ ചോദ്യം ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് വളർന്നു വന്നു. പിന്നെ ഒരു റിലീജിയസ് ടോളറൻസ്, മതസഹിഷ്ണുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളെയും തുല്യമായി കാണാനുള്ള ഒരു മനോഭാവം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഭക്തി സൂഫി ചിന്തകളുടെ ഇൻഫ്ലുവൻസ് മൂലമുണ്ടായ മാറ്റങ്ങൾ, സൊസൈറ്റിയിലെ സമൂഹത്തിലെ ചേഞ്ചസ് ഒക്കെ ഏതൊക്കെയാണ്? റിലീജിയസ് ടോളറൻസ് അഥവാ മതസഹിഷ്ണുത, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അഥവാ ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം, പിന്നെയോ അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ്. അടുത്തത് കൂടുതൽ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുവാനുള്ളതാണ്. ഭക്തി സൂഫി ആശയങ്ങളെക്കുറിച്ചുള്ളത് നന്നായിട്ട് വായിച്ചിട്ട് കുറച്ച് ഐഡിയാസും കൂടെ കൂട്ടിച്ചേർക്കുക. പിന്നെ വായിക്കാം. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ചനീചത്വങ്ങളും സാമൂഹിക അസമത്വങ്ങളും നിലനിന്നിരുന്നു. അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെക്കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തല്ലോ. ഈ സാഹചര്യത്തിൽ മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. വിവിധ ജാതി മത വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി. ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ്. അപ്പോൾ ഈ മധ്യകാലഘട്ടത്തിൽ, അതായത് ഈ മിഡീവൽ ഇന്ത്യയിലൊക്കെ കടുത്ത, അതായത് ഇന്നിക്വാളിറ്റിയും സാമൂഹികമായ അസമത്വങ്ങൾ, സോഷ്യൽ ഇന്നിക്വാളിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതായത് അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മനുഷ്യരെല്ലാം ഒരുമിപ്പിച്ച് സംഘർഷങ്ങളൊക്കെ കുറച്ചിട്ട് ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഈ മൂവ്മെൻറ്റ്സ്, ഈ ഭക്തി മൂവ്മെൻറ്റും സൂഫി മൂവ്മെൻറ്റും ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ ഐഡിയാസൊക്കെ സാധാരണ ജനങ്ങളിലേക്ക്, കോമൺ പീപ്പിൾസിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ വിവിധ ജാതി മത വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഈ ഭക്തി സൂഫി ആശയങ്ങളുടെ ഇൻഫ്ലുവൻസൊക്കെ സഹായകരമായി. പിന്നെ എന്തൊക്കെയാണ്? യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി അറിയാലോ.
സാമുദായിക സൗഹാർദ്ദം, പിന്നെ പിന്നെ നാനാത്വ ഏകത്വം, ബഹുസ്വരത, അങ്ങനെ ഈ തുടങ്ങിയവയെല്ലാം ഈ ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ തീർന്നു. ഇനി തുടർ പ്രവർത്തനങ്ങളുണ്ട്. ഒരു ചർച്ച സംഘടിപ്പിക്കുക, അതായത് ആധുനിക ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ ഓർഗനൈസ് എ ഡിസ്കഷൻ ഓൺ ഹൗ ദി ഭക്തി സൂഫി മൂവ്മെൻറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദി എമർജൻസ് ഓഫ് എ സിംഗ്രേറ്റ് കൾച്ചർ ഇൻ മോഡേൺ ഇന്ത്യ. അപ്പോൾ ആധുനിക ഇന്ത്യയിലെ വൈവിധ്യങ്ങളെയൊക്കെ ഐക്യപ്പെടുത്തുന്ന ഒരു സമന്വയ സംസ്കാരം ഉടലെടുക്കുന്നതിന് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ എങ്ങനെ സഹായിച്ചു എന്നൊരു ചർച്ച സംഘടിപ്പിക്കണം. പിന്നെ ബസവണ്ണയുടെ ആശയങ്ങളും സന്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു സ്കിറ്റ് തയ്യാറാക്കുക. പിന്നെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 38. ഈ ഭൂപടത്തിൻ്റെ സഹായത്തോടു കൂടി ഭക്തി സൂഫി പ്രചാരകരുടെ ചിത്രങ്ങളും ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. ഈ രണ്ടാമത്തെ ചാപ്റ്റർ അങ്ങനെ തീർന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ചാപ്റ്റർ തുടങ്ങാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.